ഹലോ. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അഭിനയത്തിൽ നിന്ന് കുറച്ച് ഇടവേള എടുത്തു. പിന്നെ അദ്ദേഹം ഇനി ഉടനടി തന്നെ പുതിയ ചിത്രങ്ങളിലേക്ക് ജോയിൻ ചെയ്യും. ഇപ്പം നമ്മുടെ ഷൈൻ ടോം ചാക്കോയും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് മാറി നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ചിത്രങ്ങളുടെ പ്രൊമോഷൻസിനൊക്കെ എത്തി തുടങ്ങി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചൊരു കാര്യം ഷൈൻ ടോം തന്നെയാണ് പങ്കുവച്ചത്. കാരണം മമ്മൂക്ക പറഞ്ഞു, നീ അത്ര പ്രശ്നക്കാരനായ കുട്ടിയൊന്നും അല്ല എന്ന് മമ്മൂക്ക പറഞ്ഞതിനെ കുറിച്ചാണ് ഷൈൻ ടോം പറയുന്നത്. കാരണം ഈയിടയ്ക്ക് ഒരു ആക്സിഡൻറ്റിൽ ഷൈൻ ടോമിന് പരിക്ക് പറ്റിയല്ലോ, തന്നെ ഷൈൻ ടോമിൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പിറകെ നടന്ന് നന്നാക്കി അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കഥ വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കയോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ അത്ര പ്രശ്നക്കാരനുള്ള കുട്ടിയൊന്നുമല്ല, ഇതൊക്കെ മനുഷ്യരല്ലേ സംഭവിക്കുന്നു. അപ്പം ഷൈൻ ടോം തിരിച്ചും പറഞ്ഞെന്നും മമ്മൂക്കയും തിരിച്ചു വരണം, നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാൾക്ക് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, ആശ്വാസവാക്കുകൾ, ഇതൊക്കെ തന്നെയാണ് അവരെ അവിടെ നിന്ന് തിരിച്ചു വരാൻ ഏറ്റവും പ്രചോദനമാകുന്നത്. നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെക്കാട്ടിയും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് അവരുടെ കൂടെ നിന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. അത് ശരീരത്തിൻ്റെ പ്രശ്നമായാലും ശരി, മനസ്സിൻ്റെ പ്രശ്നമായാലും ശരി, കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും അവർ തിരിച്ചു വരുന്നത്. കുറച്ച് കാലങ്ങളായി ഷൈൻ ടോം കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അത് സാഹചര്യം, പല സാഹചര്യങ്ങളും കാണും, പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലാണ് സംസാരിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയില്ല, അമ്മയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല, ആകപ്പാടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് നമ്മളെ പാർട്ട്ണറാണ്, അതാണെങ്കിൽ തെറ്റിപ്പോകുന്നു. മേ ബി അത് തെറ്റിപ്പോകുന്നതല്ല, ഇനിയൊരു ചോയ്സ് ഉണ്ടെന്നുള്ളൊരു, അച്ഛന് വേറൊരു ചോയ്സ് ഇല്ല, അമ്മയ്ക്ക് വേറെ ചോയ്സ് ഇല്ല, കുട്ടികൾക്ക് വേറെ ചോയ്സ് ഇല്ല, സഹോദരങ്ങൾക്ക് ചോയ്സ് ഇല്ല. ചോയ്സ് ഉള്ളത് പാർട്ട്ണറുടെ കാര്യത്തിൽ മാത്രമാണ്. അങ്ങനെ ഒരു ചോയ്സ് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും മാറി, മനസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മാറി ഇവർ രണ്ടുപേരും വീണ്ടും തിരിച്ച് ഇൻഡസ്ട്രിയിലോട്ട് വന്ന് പുതിയ നല്ല നല്ല ചിത്രങ്ങളൊക്കെ അഭിനയിച്ച് മുന്നോട്ട് പോട്ടെ. പ്രശ്നങ്ങൾ ഒരാളുടെ മാത്രം ജീവിതത്തിലല്ല, എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. പ്രശ്നങ്ങൾ മാറി നല്ലൊരു ജീവിതമായിട്ട് അവർ തിരിച്ചു വരട്ടെ.